എനിക്ക് ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ പണ്ട് വിചാരിക്കും ഞാൻ വിചാരിക്കുന്ന പോലെ അയാൾ തിരിച്ച് പെരുമാറാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇപ്പം ഈ പേഴ്സൺ എന്നെ ഇത്രയും കെയർ ചെയ്യും, ഈ പേഴ്സൺ എന്നെ ഇത്രയും സ്നേഹിക്കും. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് റിലേഷൻഷിപ്സ്, ഓക്കെ, ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആവാം ഒക്കെ ആയിരിക്കും. ഞാൻ ഇന്ന സമയത്ത് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കേൾക്കും. എല്ലാവരും നല്ല ലിസണേഴ്സ് ആയിരിക്കും. അങ്ങനത്തെയൊക്കെ എനിക്ക് കുറച്ച്, കാരണം അത്രയും ക്ലോസസ്റ്റ് ആളുകളായിരുന്നു. ഓക്കെ. അപ്പോൾ ഈവൻ മൈ സിസ്റ്റർ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എക്സ്പീരിയൻസസ് കൊണ്ട് മനസ്സിലായി, ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ സ്പേസസ് ഉണ്ട്. ഈവൻ മൈ സിസ്റ്റർ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ല. ഞാൻ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആളുകളെ നഷ്ടമാവുന്നതാണ്. ബട്ട് ഐ ഹവ് ഗോട്ട് മെനി ന്യൂ പീപ്പിൾ ഇൻ മൈ ലൈഫ്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഡിഫറെന്റ്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഡിഫറെന്റ്. അത് ആക്സെപ്റ്റ് ചെയ്യൂലേ? ദാറ്റ് ആക്സെപ്റ്റൻസ്, ഇതിങ്ങനെയാണ്, ആളുകൾ ഡിഫറെന്റ് ആണ്, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ആ ഡിറ്റാച്ച്മെന്റ് കുറച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്ത് തുടങ്ങി. അതെന്റെ നല്ല സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ആരെയും കമ്പൽ ചെയ്യില്ല, ഒരു കാര്യം ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യാറില്ല. പറയും, അത് ചെയ്യണം എന്ന് പറഞ്ഞ് പറയാറില്ല ആരടുത്തും. എനിക്കിങ്ങനെ ചെയ്യണം, ചെയ്താൽ നന്നാവും തോന്നുന്നുണ്ട്, യു ഡു ഇഫ് യു വാണ്ട്. എന്റെ സിസ്റ്ററിന്റെ അടുത്തൊക്കെ ഞാൻ അങ്ങനെയാ പറയണേ, കാരണം അവരൊക്കെ ഇൻഡിവിജ്വൽസ് ആയി.